Hello everyone. Welcome back to Spanish with Lali. Let's get started today's class. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇൻഫിനിറ്റീവ് വെർബാണ്. വാട്ട് ഈസ് ഇൻഫിനിറ്റീവ് വെർബ്? ഹൗ വി റെക്കഗ്നൈസ് ഇൻഫിനിറ്റീവ് വെർബ്? ഹൗ വി കോൺജുഗേറ്റ് ഇൻഫിനിറ്റീവ് വെർബ്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് വെർബാണ്. ഇൻഫിനിറ്റീവ് വെർബ് ഇല്ലാതെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്ട് ഈസ് ഇൻഫിനിറ്റീവ് വെർബ്? ബേസിക് അൺകോൺജുഗേറ്റഡ് ഫോം ഓഫ് വെർബ്. ബേസിക് അൺകോൺജുഗേറ്റഡ് ഫോം ഓഫ് വെർബ്. വെർബ് കോൺജുഗേറ്റ് സബ്ജക്റ്റ് പ്രോനൗണുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോഴാണ് സെൻറ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥ, ഫ്രീ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ. അതിനെ നമ്മൾ ബേസിക് വെർബ് എന്ന് പറയും, അൺകോൺജുഗേറ്റഡ് വെർബ് എന്നും പറയാം. മനസ്സിലായോ? അപ്പോൾ ഇൻഫിനിറ്റീവ് വെർബ് എപ്പോഴും കീപ് ഇൻ യുവർ മൈൻഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. സ്പാനിഷിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റീവ് വെർബ് ഇല്ലാതെ നമുക്ക് പറ്റുകയില്ല. നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് വെർബ് റെക്കഗ്നൈസ് ചെയ്യണമൊക്കെ. ഈ വെർബ് ഇതൊരു ഇൻഫിനിറ്റീവ് വെർബാണ്, അല്ലെങ്കിൽ ദിസ് ഫോം ഓഫ് വെർബ് ഇസ് ഇൻഫിനിറ്റീവ് വെർബാണ്. നമ്മൾ എൻഡിങ് നോക്കിയാണ് അത് റെക്കഗ്നൈസ് ചെയ്യണത്. അതായത് AR എൻഡ് ചെയ്യാം, ER എൻഡ് ചെയ്യാം, IR എൻഡ് ചെയ്യാം. AR, ER, IR. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് നമുക്കത് ടു പ്ലസ് എ വെർബ്, ടു പ്ലസ് എ വെർബ് എന്ന് പറഞ്ഞാൽ ഈ ARൽ ERൽ IRൽ എൻഡ് ചെയ്യുന്ന വെർബ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടു, പിന്നെ എന്താണ് ടു, പിന്നെന്താ അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? അത് ആ വെർബാണ്. അപ്പം എല്ലാം എൻഡ് ചെയ്യുമ്പോൾ AR ER IR എൻഡ് ചെയ്താലും നമ്മളതിന് ഇംഗ്ലീഷിലേക്ക് പറയുമ്പം ആദ്യം ടു പറയും. ടു എന്ന് പറഞ്ഞാൽ സ്പാനിഷിൽ ശരിക്കും എ എന്ന് പറഞ്ഞാൽ ടു എന്നാണ് അതിൻ്റെ അർത്ഥം, എ. പക്ഷേ ഇവിടെ ആ അർത്ഥം വരുന്നില്ല. മേക്ക് സെൻസ്? നോക്കാം. ഫോർ എക്സാമ്പിൾ, സി hablar. ARൽ എൻഡ് ചെയ്യുന്ന ഒരു വെർബാണ് hablar. hablar എന്താണ് hablar? ARൽ എൻഡ് ചെയ്യുന്ന വെർബാണ്. പിന്നെ എന്ത് പറയാം? ഇൻഫിനിറ്റീവ് വെർബാണ്, അൺകോൺജുഗേറ്റഡ് വെർബാണ്, ബേസിക് വെർബാണ്. ARൽ എൻഡ് ചെയ്യുന്നു. hablar എൻ്റെ അർത്ഥം എന്താണ്? ടു സ്പീക്ക്. ടു സ്പീക്ക് അല്ല, ടു ഇട്ടാണ് അവിടെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് അത് എഴുതിയപ്പം അവിടെ ഒരു ടു വന്നു. ടു സ്പീക്ക്. അപ്പം എല്ലാ വെർബും ARൽ എൻഡ് ചെയ്യണതേ ആയാലും ERൽ എൻഡ് ചെയ്യുന്നതായാലും IRൽ എൻഡ് ചെയ്യുന്നതായാലും അതിൻ്റെ പിന്നാമ്പുറത്ത് പിന്നെ നമ്മളൊരു ടു യൂസ് ചെയ്യും. അപ്പം hablar, hablar എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു സ്പീക്ക്. ARൽ എൻഡ് ചെയ്യും, ടു സ്പീക്ക്. വേറൊരു ഉദാഹരണമായിട്ടുണ്ട്, കൊമേർ. കൊമേർ എന്താണ്? കൊമേർ ERൽ എൻഡ് ചെയ്യുന്ന സ്പാനിഷിലെ ഒരു ഇൻഫിനിറ്റീവ് വെർബ്, ബേസിക് വെർബ്, അൺകോൺജുഗേറ്റഡ് വെർബ്. ഇനി അതിനാണ് നമുക്ക് പറയാം ഒരു റെഗുലർ വെർബ് എന്നും ഇതിനൊരു പര്യായമുണ്ട്. ഈ വെർബ്സ് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഇറഗുലർ വെർബ് ഉണ്ടാവാറുണ്ട്, റെഗുലർ വെർബ് ഉണ്ട്. അപ്പോൾ ഈ റെഗുലർ വെർബിൻ്റെ പാറ്റേൺ എല്ലാം ഒരേപോലെയാണ്. ഇറഗുലർ വെർബിൻ്റെ പാറ്റേൺ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് മെമ്മറൈസ് ചെയ്യണം. അതിനൊരു പാറ്റേൺ ഇല്ല. അത് നമ്മൾ പിന്നീട് ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ കൊമേർ ERൽ എൻഡ് ചെയ്യുന്ന ഇൻഫിനിറ്റീവ് വെർബാണ്. അപ്പോൾ നമുക്ക് ടു വരും അല്ലേ? അതിൻ്റെ മീനിങ് പറയുമ്പോൾ ടു കോമൺ ആണ്.
എല്ലാ AR, ER, IR എല്ലാം ടു ഉണ്ട് ഇംഗ്ലീഷിൽ പറയും. കൊമേർ ടു ഈറ്റ് ഒരു എസെൻഷ്യൽ വെർബും കൂടെയാണ് ഈ ആബ്ലാർ കൊമേർ എന്ന് പറഞ്ഞാൽ. ഒത്തിരി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെർബായതുകൊണ്ട് നമ്മൾ എസെൻഷ്യൽ വെർബ് എന്ന് പറയുന്നത്. ചില വെർബുകളൊക്കെ നമ്മൾ വല്ല കാലത്തൊക്കെ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനൊരു എസെൻഷ്യൽ വെർബ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്പാനിഷിൽ ഒരു പറയുന്നത് ഒരു 75 to 90 എസെൻഷ്യൽ വെർബ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 2 കോമൺ എസെൻഷ്യൽ വെർബ് പഠിച്ചു. hablar ടു സ്പീക്ക്, comer ടു ഈറ്റ്. ഇനി നമ്മൾക്ക് ഇവരെങ്ങനെയാണ് ഒരു സെൻറ്റൻസിലേക്ക് കടക്കുമ്പോൾ, ഇപ്പോൾ hablar ആണെങ്കിൽ എനിക്ക് പറയാം ഐ സ്പീക്ക്, ഹി സ്പീക്സ്, വി സ്പീക്ക് അല്ലേ. അപ്പോൾ ഈ hablar എന്ന ബേസിക് വെർബ് ഇൻഫിനിറ്റീവ് വെർബിന് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നുള്ളത് നോക്കാം. hablar ടു സ്പീക്ക് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. quiero hablar con él. quiero hablar con él. അപ്പോൾ പുതിയ ഒരു വേർഡാണ് കൊണ്ടുവന്നത് quiero. quiero എന്ന് പറയുന്നത് quiero എന്നാ പറഞ്ഞേക്കണേ. സ്പെല്ലിംഗ് QUIER. അപ്പോൾ quiero. അപ്പോൾ അതെന്തോ quiero ഒരു ബേസിക് വെർബ് എന്ന് പറയാൻ പറ്റുമോ? ഇൻഫിനിറ്റീവ് വെർബാണോ? അൺകോൺജുഗേറ്റഡ് വെർബാണോ? അല്ല. കാരണം അത് എൻഡ് ചെയ്യുന്നത് ARലല്ല, ERലല്ല, IRലല്ല. പക്ഷെ അതൊരു വെർബാണ്. അപ്പോൾ quiero എന്ന് പറയുമ്പോൾ അതിനൊരു ഏതെങ്കിലും ഒരു എൻഡിങ് ഉണ്ടാകണം. ആ എൻഡിങ്ങിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് ചെയ്തപ്പോൾ മാറിയതാണ് quiero. quiero I want. quiero എന്ന് പറഞ്ഞു I want. അവിടെ ടു ഒന്നുമില്ല. I want. അപ്പോൾ ടു വാണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ quiero ഒരു ഇൻഫിനിറ്റീവ് വെർബായി മാറണം. അപ്പോൾ അതിൻ്റെ എൻഡിങ്ങിൽ ഏതെങ്കിലും ഒരു AR, ER, IR വരണം. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പം quiero എന്ന് പറയുമ്പോൾ ആയിയുടെ കൂട്ടത്തിൽ കൊഞ്ചുഗേറ്റ് ഐ എന്ന് പറഞ്ഞാൽ യോ എന്നാണ് സ്പാനിഷിൽ. യോ quiero. സ്പാനിഷിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ quiero എന്ന് പറഞ്ഞാൽ അവിടെ ഐ ആണെന്നുള്ളൊരു എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ യോ quiero എന്ന് പറയണം. ഇംഗ്ലീഷിലാണ് നമ്മൾ ഐ വാണ്ട് എന്ന് പറയണം. വാണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ഒരു അർത്ഥം ആർക്ക് വേണം എന്നൊരു ചോദ്യം വരും. ഇവിടെ quiero എന്ന് പറഞ്ഞാൽ അവിടെ ആർക്ക് വേണം എന്ന ചോദ്യം വരുന്നില്ല. അതിൻ്റെ പിന്നിൽ ഐ തന്നെയായിരിക്കും. അപ്പം quiero ഐ വാണ്ട് കോൺജുഗേറ്റഡ് ആയിപ്പോയി, അൺകോൺജുഗേറ്റഡ് അല്ല. അപ്പോൾ ഏത് അൺകോൺജുഗേറ്റഡ് വെർബിൽ നിന്നാണ് quiero എന്ന് ഡെഫിനറ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ querer എന്ന് പറയും. querer QUER querer. ഇപ്പം എന്താണ് querer എന്ന് പറഞ്ഞാൽ ERൽ എൻഡ് ചെയ്യുന്ന ഒരു എന്താണ് ഇൻഫിനിറ്റീവ് വെർബ്. ഞാൻ ഇടയ്ക്കൊരു കാര്യം ഓർത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. ഓഫ് കോഴ്സ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചത് വെർബിനെ ഞാൻ ചിലപ്പോൾ നൗണെന്ന് പറഞ്ഞു പോകും, ആഡ് വെർബിനെ അഡ്ജക്റ്റീവ്. അങ്ങനെ ഒരു ഉള്ളിൽ നമുക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് തെറ്റിൽ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാവും, കുറച്ചുകൂടെ എനിക്ക് കെയർഫുൾ ആകാം. അങ്ങനെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു ആൾ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു തെറ്റ്. എനിക്കത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നിങ്ങളത് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളൊരു ഉദാഹരണമാണ്. അപ്പോൾ എനിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങളിലേക്ക് എൻ്റെ അറിവ്, ഞാൻ പഠിച്ച സ്പാനിഷ് എത്തിക്കുവാനായിട്ട്. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതൊരു ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഈ സ്കിൽസ് നമ്മൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതിൻ്റെ ട്രാവൽ ഒരു മോർ ദാൻ 10 years ഞാൻ ഇതിനകത്ത് കിടന്ന് പഠിച്ചിട്ടാണ് എനിക്ക് കുറച്ച് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുവാനുള്ള ഒരു കോൺഫിഡൻറ്റ് കിട്ടിയത്.
സ്കൂളിലൊന്നും പോയിട്ടില്ല, നമ്മൾ തന്നെ യൂട്യൂബ് ലെസണിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത്, പല യൂട്യൂബ് ലെസൺസിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എൻ്റെ മാത്രം യൂട്യൂബ് നിൽക്കണമെന്ന് ഞാൻ പറയില്ല, പല പല യൂട്യൂബിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിലരുടെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നെക്കാട്ടിലും കൂടുതലായിട്ട്. എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഇപ്പോൾ മലയാളത്തിൽ കൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ യൂട്യൂബിൽ ലെസൺസ് കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നിങ്ങൾക്ക് കിട്ടാവുന്നത് ഇംഗ്ലീഷിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അഗെയിന് സോറി ചോദിക്കുന്നു, നിങ്ങൾ കമൻറ്റ് ബോക്സ് തരണം, അപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പോകുന്നത് അപ്പോൾ കിയരോടെ അൺകോൺജുഗേറ്റഡ് ഇൻഫിനിറ്റീവ് വെർബാണ് കെരേർ, ER എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറിപ്പോയി. ടു കെരേർ ടു വാണ്ട്, ടു വാണ്ട്. അപ്പോൾ കിയരോ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് എന്നാവും, മനസ്സിലായി? ഇവിടെ ടു വാണ്ട് മാറിപ്പോയി, അതിനെ മാറ്റി നമ്മൾ എടുത്തു, കിയരോ എന്നാക്കിയപ്പോൾ. ഇനി അടുത്ത നമ്മൾ എഴുതിയേക്കണം മുൻപ് പറഞ്ഞ അതേ ഒരു വെർബാണ് അബ്ല. എച്ച് പറയത്തില്ല, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എച്ച് പറയുന്നത്. എച്ച് എപ്പോഴും സൈലൻ്റ് ആണ്, അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. എവിടെയൊക്കെ നിങ്ങൾ എച്ച് കണ്ടാൽ ഇതിലേക്ക് ഓല നമ്മൾ പറയത്തില്ല, അപ്പോൾ HOL എന്നാണ് നമ്മൾ ആ എച്ച് പറയാറില്ല, ഓ തൊട്ടേ പറയണം. ഓല കൊമസ്താസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഓല കൊമസ്താസ്, estoy bien, gracias. ഓക്കെ, അപ്പോൾ quiero hablar con él. hablar എന്താണ് hablar? കണ്ടല്ലോ, AR എൻഡ് ചെയ്യുന്നൊരു വെർബാണ് hablar എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് വെർബ്, അൺകോൺജുഗേറ്റഡ് വെർബ്, ബേസിക് വെർബ്, അങ്ങനെ. അപ്പം നമ്മളിവിടെ നമ്മൾ മാറ്റിയില്ല hablar, അതേപോലെ നമ്മൾ ആ ഇൻഫിനിറ്റീവ് അതേപോലെ എടുത്ത് അങ്ങോട്ട് വെച്ചു. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? പറഞ്ഞുതരാം. ഈ സെന്റൻസ് മുഴുവൻ കഴിയട്ടെ. quiero hablar con él. എന്താണ് കോൺ എന്ന് പറഞ്ഞാലോ? കോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലാക്കി എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കഴിക്കുന്ന ചോളം കോണല്ലേ അല്ലേ? കോൺ എനിക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കോൺ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ആ കോണല്ല, CON എന്ന് പറഞ്ഞാൽ വിത്ത് എന്നാണ്, വിത്ത്. ഈ നമ്മളൊരു ഇതുണ്ട്, ഒരു ആക്സെന്റ് മാർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിം എന്നാണ് ഇവിടെ പറഞ്ഞത്, ഹിം. എന്ന് പറഞ്ഞാൽ ഹീ എന്നാണ്, പക്ഷെ ഈ ഒരു സെന്റൻസിലെ അവൻ്റെ അർത്ഥം ഹിം എന്നായിട്ട്. അപ്പം എന്താണ് പറഞ്ഞാൽ quiero hablar con él. I want to speak with him. Con with him. അപ്പോൾ I want to speak with him ഒരു സെന്റൻസ് ആണ്. ഇവിടെ hablar ഒന്നും നമ്മൾ മാറ്റാൻ പറ്റും. അപ്പം അതിൻ്റെ കാരണം പല കാരണം. ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഇംഗ്ലീഷിൽ വേണം നമ്മൾ പറഞ്ഞ ടു സ്പീക്ക് എന്നല്ലേ, കെയറോ ടു സ്പീക്ക്. അപ്പോൾ ടു സ്പീക്ക് എന്ന് പറയുന്നത് എന്താണ്? ടു സ്പീക്ക് എല്ലാം ടു സ്പീക്ക്, ടു ഈറ്റ്, ടു റൺ എല്ലാം നമ്മുടെ ഈ IR എന്ന വെർബിലാണ് അതേപോലെ നിൽക്കുന്നത്. അപ്പോൾ അതെടുത്ത് അതേപോലെ അങ്ങോട്ട് വെച്ചാൽ മതി, അതിനൊരു കോൺജുഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കെറിയർ കോൺജുഗേറ്റ് ചെയ്തു തന്നെ, കാരണം ഐ വാണ്ട്, ഐ പുറത്ത് വന്നു. അപ്പോൾ ഐയുടെ കൂട്ടത്തിൽ കെറിയർ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ കീരോ എന്ന് പറയും. ഇപ്പോൾ ആബ്ലാറാണ് ഇപ്പോൾ കോൺജുഗേറ്റ് ചെയ്യണമെങ്കിൽ ഐയുടെ കൂട്ടത്തിൽ, അപ്പോൾ ഐ സ്പീക്ക് എന്നല്ലേ പറയണ്ടേ. അപ്പം നമ്മൾ അതേപോലെ ജോ ആബ്ലാർ എന്ന് പറയാൻ പറ്റത്തില്ല, ഐ സ്പീക്ക്. ആബ്ലാർ മാറ്റണം, കോൺജുഗേറ്റ് ആക്കണം ഐയോട്. അപ്പോൾ ആബ്ലോ എന്ന് പറയും. അപ്പോൾ ജോ ആബ്ലോ എന്ന് പറഞ്ഞാൽ ഐ സ്പീക്ക് എന്നാണ്. ഇപ്പം ഇവിടെ ടു സ്പീക്ക് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ വന്നിരിക്കുന്നത്. ഹിയർ ഐ വാണ്ട് ടു സ്പീക്ക് വിത്ത് ഹിം. പക്ഷേ ഈ ഇതിനകത്ത് ഇതിൻ്റെ ഒരു എന്താ പറയണ്ട, ഇതിൻ്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ ആ നിയമമല്ല, ഞാൻ എൻ്റെ ഇതെല്ലാം എടുത്താൽ. കാരണം ടു സ്പീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് നേരെ ആബ്ലാർന്നൊക്കെ ചെയ്താൽ അപ്പോൾ എന്തെങ്കിലും കോൺജുഗേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് എൻ്റെ മാത്രമുള്ളൊരു കണ്ടുപിടുത്തമാണ്. ഇവർ ഇതിനകത്ത് ലോജിക്കായിട്ടൊരു പറയുന്നത്, എപ്പോൾ എങ്കിലും ഒരു കോൺജുഗേറ്റഡ് വെർബ് കഴിഞ്ഞിട്ട് മറ്റൊരു വെർബ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കോൺജുഗേറ്റഡ് വെർബ് വന്നിട്ട്, ഇപ്പം ഇതൊരു കോൺജുഗേറ്റഡ് വെർബാണല്ലോ, കെറിയർ കോൺജുഗേറ്റ് ചെയ്ത് കീറോ എന്നായി. അങ്ങനെ ഒരു കോൺജുഗേറ്റഡ് വെർബ് വന്നതിന് ശേഷം വരുന്ന വെർബ് ഈ വെർബിൽ ഒരു കോംപ്ലിമെന്റ് കൊടുക്കുന്നതാണ് അവനെ അതേപോലെ അങ്ങ് നിർത്തുന്നത്, ഒരു മാറ്റവും വരുത്താതെ. ആ
ഇൻഫിനിറ്റീവ് തന്നെ അവിടെ നമ്മൾ പുട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺജുഗേറ്റ് ചെയ്ത് വെറുതെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഈ AR അല്ലെ ER എന്താണെന്ന് വെച്ചാൽ അതിന് മാറ്റമില്ലാതെ അതുപോലെ തന്നെ അവിടെ പുട്ട് ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഈ ഇൻഫിനിറ്റീവ് വെർബിന് ഒരു മാറ്റമില്ലാതെ സെൻറ്റൻസിൽ പുട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണിത്. ഇനി ഒരു 2-3 എക്സാമ്പിളിൽ കൂടെ ഇത് ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ് പറഞ്ഞു തരാണ്. യാതൊരു മാറ്റവുമില്ലാതെ ഈ ഇൻഫിനിറ്റീവ് വെർബ് അതുപോലെ യൂസ് ചെയ്യേണ്ട അവസരങ്ങൾ ഒന്നും പഠിച്ചില്ലേ? എന്താണ് കോൺജുഗേറ്റ് ചെയ്തൊരു വെർബിന് ശേഷം വരുന്ന വെർബ് നമ്മൾ ഇൻഫിനിറ്റ് അതുപോലെ യൂസ് ചെയ്യും. അതാണ് നമ്മളിവിടെ quiero hablar con él, quiero hablar con ella. ella എന്ന് പറഞ്ഞാൽ I want to speak with her. അങ്ങനെ ആരോടെങ്കിലും നമുക്ക് സംസാരിക്കണം. ബാക്കി പറഞ്ഞാൽ മതി. quiero hablar con mi mamá. എനിക്ക് എൻ്റെ മദറിനോട് സ്പീക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ quiero hablar con mi mamá. അങ്ങനെ. ഇനി ഈ കെരേർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇയാളെ ചെയ്യുന്ന വെർബാണ്. ഇൻഫിനിറ്റീവ് വെർബിൻ്റെ മീനിങ് ടു വാണ്ട്. ഈ സ്പാനിഷിൽ ചില വെർബുകളൊക്കെ ഒരൊറ്റ മീനിങ് അല്ല, അതിന് 2-3 മീനിങ് കാണും. അതിപ്പോൾ ഇംഗ്ലീഷ് അല്ല, മലയാളത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. ഞാൻ എന്ത് ധരിക്കും എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഞാൻ എന്ത് ധരിക്കും, ഞാനിവിടെ ഉടുക്കുന്ന ഒരു വസ്ത്രം എന്ത് ധരിക്കും, നാളെ ഞാൻ എന്ത് ധരിക്കും. പിന്നെ ഞാൻ എന്താണ് ധരിക്കുന്നത്, ചിന്തിക്കുന്നത് അല്ലേ. എനിക്ക് ഇപ്പോൾ വന്ന ഒരു ആശയമാണ് കേട്ടോ. അപ്പോൾ ഒരു വേർഡ് തന്നെ പല അർത്ഥങ്ങളും എല്ലാ ലാംഗ്വേജിലും വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്പാനിഷ് ആണെങ്കിലും അതിനൊരു ഉദാഹരണമാണ് കെരേർ. ടു വാണ്ട് ആണ് അതിൻ്റെ മെയിനായിട്ട്. എപ്പോഴും നമ്മൾ കെരേർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ടു വാണ്ട്. പക്ഷേ ടു ലവ് എന്നുണ്ട്, സ്നേഹിക്കുക. ടു ലവ് നമ്മളെപ്പോഴും ഞാനെപ്പോഴും കേൾക്കുന്നതാണ് എൻ്റെ ജോലിയിൽ. ഈ ഞാൻ ബേബീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മദേഴ്സ് ബേബീസിനെ കാണാൻ വരുമ്പോൾ അവർ പറയുന്ന വാക്കാണ്. കുഞ്ഞുങ്ങളിങ്ങനെ നോക്കിയിട്ട് സ്നേഹത്തോടെ പറയും te quiero mucho, te amo mucho, te quiero. അപ്പോൾ അതിനർത്ഥം വാണ്ട് എന്നുള്ള അർത്ഥമല്ല അവിടെ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുള്ളത്. തേ എന്ന് പറഞ്ഞാൽ തേ എപ്പോഴും യു ആയിട്ട് യുവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. te quiero mucho, te quiero, te I want. ഇവിടെ quiero I want. പിന്നെ ഇങ്ങോട്ട് വരും യു, I want you. No, I want അല്ല, സോറി, I love. quiero ഇവിടെ I love you a lot, mucho. തിരിഞ്ഞാവുന്ന quiero ആദ്യം പറയത്തില്ല, തേയാണ് ആദ്യം പറയണം. അത് ഓർത്തേക്കണം. quiero te mucho എന്ന് പറയത്തില്ല. ബിഗ് മിസ്റ്റേക്ക്. te quiero mucho. അത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. te quiero mucho നിങ്ങൾക്ക് ആരോടും പറയാം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതോടെ നിങ്ങൾക്ക് പറയാം te quiero mucho. അതൊരു ലവ്ലി വേർഡാണ്. te quiero mucho. ഞാനും നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. എന്നെ ലിസൺ ചെയ്യുന്നതിന് താങ്ക് യു വെരി മച്ച്. മുച്ചസ് ഗ്രാസിയസ്. അപ്പോൾ അന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇൻഫിനിറ്റീവ്. വാട്ട് ഈസ് ഇൻഫിനിറ്റീവ്? ഹൗ യു റെക്കഗ്നൈസ് ഇൻഫിനിറ്റീവ്? വളരെ സിമ്പിൾ. ഇയാൾ എൻ്റെ ചെയ്യുന്ന ഏതൊരു വെർബിനെയും നമ്മൾ ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറയും. അങ്ങനെ കോൺജുഗേറ്റ് ചെയ്യുന്നത്, സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്, അതാണ് ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ യു ടേക്ക് കെയർ. Hasta luego. Nos vemos pronto. Bye.